പ്രമോദ് പുഴങ്കര, അങ്ങനെ ഒരു റൈറ്റ് സമൂഹത്തിലെ ആർക്കെങ്കിലും ഉള്ളതായി താങ്കൾക്കറിയാമോ? താങ്കൾ ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ. എന്റെ അറിവിൽ അങ്ങനെ ഒരു റൈറ്റ് ഇല്ല. അല്ല, ഈ ഇവിടെ പറഞ്ഞത് മുഴുവൻ എന്ത് റൈറ്റിനെ കുറിച്ചാണ് ഇനി പറയുന്നത് എന്നുള്ളത് ആണ് അത്ഭുതം, അമ്പരപ്പ്. കാരണം നിങ്ങൾക്ക് മറ്റൊരാളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് അതിൻ്റെ മൊറാലിറ്റിയെക്കുറിച്ച് ഒക്കെ പറയാനുള്ള പ്രത്യേകിച്ച് ഒരു അവകാശവുമില്ല എന്ന് മാത്രമല്ല, ആളുകളുടെ സ്വകാര്യത എന്ന് പറയുന്നത്, പ്രൈവസി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട്, മൗലികാവകാശമായിട്ട് അംഗീകരിച്ചൊരു രാജ്യമാണ് നമ്മൾ. ഫണ്ടമെൻ്റൽ മൗലികാവകാശമായിട്ട് ഇപ്പോൾ പുട്ടസ്വാമി കേസിലൊക്കെ കോടതി അംഗീകരിക്കുന്നതിന് മുമ്പ് തന്നെ ആളുകളുടെ റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മറ്റൊരാളുടെ ഒരു റൂൾ ഓഫ് ലോയുടെ ആകട്ടെ, നിയമവാഴ്ചയുടെ ആകട്ടെ, അല്ലെങ്കിൽ കോമൺ ലോയുടെ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലാകട്ടെ, മറ്റൊരാളുടെ ശാരീരികമായ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ കൃത്യമായി ഉൾപ്പെടുന്നു എന്നാണ് വസ്ത്രധാരണത്തിൻ്റെ അയാളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇതിനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഒരു ഒബ്സിനിറ്റിയുടെ ഉള്ളിൽപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ അതിനെ ചിത്രീകരിക്കുക എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി ഉണ്ടെങ്കിൽ പോലും അത് കോടതിയിലൊക്കെ വരുന്നത് തന്നെ പബ്ലിക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു സർഗാത്മക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ എഴുത്തിൻ്റെ ഭാഗമായിട്ട്, സിനിമയുടെ ഭാഗമായിട്ടൊക്കെ അത് വരുമ്പോൾ ഇത് ഒബ്സീനാണ് എന്ന് പറഞ്ഞ് സെൻസർ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ നിരോധിക്കുകയോ ഒക്കെ ചെയ്യണമെന്നുള്ള ആവശ്യങ്ങളെപ്പോലും കോടതി അടക്കം കാണുന്നത് വളരെ മറ്റൊരു രീതിയിലാണ്. അതിൽ 19-ാം നൂറ്റാണ്ട് മുതൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 19-ാം നൂറ്റാണ്ട് മുതൽ നിരവധി ടെസ്റ്റുകളൊക്കെ കോടതി തന്നെ, ഇപ്പോൾ US കോടതിയുടെയൊക്കെ ഹിക്ലിൻ ടെസ്റ്റ്, അത് കഴിഞ്ഞ് റോത്ത് ടെസ്റ്റ്, മില്ലർ ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന പലവിധ ടെസ്റ്റുകൾ, അതൊക്കെ കേസുകളുടെ ഭാഗമായിട്ടുണ്ടായ ടേംസാണ്. അതൊക്കെ വന്നിട്ട് ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് കോടതി എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? ഇന്ത്യയിലൊക്കെ അബിക് സർക്കാർ കേസിലടക്കമുള്ള പലതിലും കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു സാധനമല്ല. ഒരു ജനാധിപത്യ സമൂഹം ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ കോടതികൾ നടത്തിയ ഒരു ടെസ്റ്റോ അല്ലെങ്കിൽ മാനദണ്ഡവുമല്ല 21-ാം നൂറ്റാണ്ടിലെത്തുമ്പോൾ നടത്തുന്നത്. ഒരു സമൂഹം മുന്നോട്ട് പോകുന്നതിനനുസരിച്ചാണ് വസ്ത്രധാരണത്തെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ഉള്ള മാറ്റങ്ങൾ. ഈ മാറ്റങ്ങളൊന്നും കാണാതെ കൂപമണ്ഡപങ്ങളെ പോലെ, പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ കഴിയുകയും അതിനു മുകളിൽ ഒരു ആകാശം കാണുന്നത് മുഴുവൻ തങ്ങളുടെ വട്ടത്തിൽ നിന്നുള്ള ആകാശമാണ് എന്ന് കരുതുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഞാനിത് വ്യക്തിപരമായിട്ടല്ല കേട്ടോ ഈ ഉദാഹരണങ്ങളൊന്നും പറയുന്നത്, അങ്ങനെയൊന്നും എടുക്കരുത്. പക്ഷേ ഞാൻ പറയുന്നത്, ഇപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങൾ ലിബറൽ ലെഫ്റ്റുകളെ പോലെ ഞങ്ങൾ റൈറ്റ് കൺസർവേറ്റീവ് ആളുകൾക്ക്, നിർഭാഗ്യവശാൽ അദ്ദേഹത്തോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ രാജ്യത്തെ ഭരണഘടന എന്ന് പറയുന്നത് ലിബറൽ സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇത് ഒരു കൺസർവേറ്റീവ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. യാഥാസ്ഥിതികവാദത്തെ, പിന്തിരിപ്പനായിട്ടുള്ള സാമ്പ്രദായികമായിട്ടുള്ള യാഥാസ്ഥിതികവാദത്തെ, സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പുരുഷന്മാർക്ക് അഭിപ്രായം പറഞ്ഞുകൊണ്ട് നിയന്ത്രിക്കാനൊക്കെ അവകാശമുണ്ട് എന്ന് കരുതുന്ന യാഥാസ്ഥിതികവാദത്തെ പുറങ്കാലുകൊണ്ട് തൊഴിച്ച് കളഞ്ഞ് ഈ രാജ്യം ഉണ്ടാക്കിയ ഒരു സാധനത്തിൻ്റെ പേരാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് വോട്ടവകാശം വേണോ എന്നുള്ള കാര്യത്തിൽ ബ്രിട്ടനിലും അമേരിക്കയിലുമൊക്കെ നിരവധി കാലം ചർച്ച നടത്തിയിട്ടാണ്, അല്ലെങ്കിൽ തെരുവുകളിൽ പോരാടിയിട്ടാണ് അത് ഒരു ഭരണഘടനാപരമായ അവകാശമായതെങ്കിൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രാഷ്ട്രീയ ധാരയ്ക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരു അപശബ്ദം പോലും ഇല്ലാതെ അത് പാസ്സാക്കിയെടുക്കാൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ പ്രാതിനിധ്യമുള്ള, തുല്യമായ വോട്ടവകാശമുള്ള ഒരു ഭരണഘടന ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒരു അപശബ്ദമില്ലാതെ, ഒരു എതിർപ്പ് പോലുമില്ലാതെ അത് പാസ്സാക്കിയെടുക്കുന്നതിന് കഴിഞ്ഞെങ്കിൽ, അത് ഈ രാജ്യത്തെ രാഷ്ട്രീയ സമരം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മറ്റു ബഹുധാരകളുണ്ടെങ്കിലും ആ ബഹുധാരകളെല്ലാം ഒന്നിച്ചു നിന്ന ഒന്നായിരുന്നു ഇത് എന്നുള്ളത് കൊണ്ടാണ്. അതായത് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് അത് നടപ്പാക്കുന്നതിൽ സാമൂഹ്യ രാഷ്ട്രീയാധികാരത്തിൻ്റെ മണ്ഡലത്തിൽ പിന്നീട് നിരവധി പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ആ രാഷ്ട്രീയാധികാര മണ്ഡലത്തിലെ പ്രശ്നങ്ങളാണ് നമ്മൾ ഈ ചർച്ചയിലടക്കം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാണാൻ കഴിയുമെങ്കിലും ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്, നേരത്തെ ഇവിടെ അദ്ദേഹം പറഞ്ഞ റൈറ്റ് കൺസർവേറ്റീവുകൾക്കും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞൊരു ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. നിങ്ങൾക്കതില്ല. ഈ പറയുന്ന സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ, അമല പോളിൻ്റെ വസ്ത്രധാരണം റിവീൽ ചെയ്യണം, എന്തുമാത്രം അധിക്ഷേപാർഹമായ പരാമർശം. ഒരു സ്ത്രീ പൊതുസ്ഥലത്തെത്തുമ്പോൾ അവരുടെ മാറിടത്തിന്റെ ക്ലീവേജ് എത്രത്തോളം, എത്ര ഇഞ്ച് താഴ്ന്നിരിക്കുന്നു എന്ന് നോക്കി നടക്കുന്ന മനുഷ്യർ ഈ നാട്ടിലുണ്ട് എന്ന് പറയുന്നത് എന്തുമാത്രം അപഹാസ്യമാണ്. ഞാൻ താങ്കളിലേക്ക് എത്താം. ഡോക്ടർ മാളവിക ബിന്നി, താങ്കൾ നേരത്തെ കൈ ഉയർത്തുന്നത് ഞാൻ കണ്ടിരുന്നു. അതിന്